ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്വാവ്. അപ്പോൾ നമ്മൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി എന്താണെന്നല്ലേ, വിക്കറ്റ് ഗഡ് അല്ലെങ്കിൽ വിക്കറ്റ് ഗുഡ് എന്താണോ ഇതിന് പറയണേ അറിയില്ല. എന്താണെങ്കിലും വിക്കറ്റ് ഗഡ് നമുക്ക് വിളിക്കാൻ നല്ല രസമല്ലേ കേൾക്കാൻ. അപ്പോൾ വിക്കറ്റ് ഗഡിൻ്റെ ഷീസ്വാൻ ഫ്ലേവർ ആയിട്ടുള്ള ഒരു നൂഡിൽ പാക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് ബട്ടർ. ബട്ടർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ നൂഡിൽസൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ 250 ml വെള്ളം ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനകത്തുള്ള മസാല സെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിന് ഇൻസ്ട്രക്ഷൻസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു നൂഡിൽ കുക്കാവാൻ വേണ്ടി 5 to 8 minutes എടുക്കുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ നൂഡിൽസൊക്കെ വേവാൻ 2 to 3 minutes വേണം മതിയല്ലോ, ഇതെന്താ ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന്. പക്ഷേ ആ നൂഡിൽ ബ്ലോക്ക് എടുത്തപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. കാരണം ആ നൂഡിൽ ബ്ലോക്ക് ഭയങ്കര റിജിഡായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും അത് 8 minute അല്ല 10 minute അതിൽ കുക്കാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ കുതിർക്കാനൊക്കെ നോക്കി ഒരു വഴി നടക്കുന്നില്ല. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തു അങ്ങനെയൊക്കെ. എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ കുറേ നേരം അത് വേവിക്കാൻ വേണ്ടി ഇട്ടു. അത് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടും അത് വെന്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചു. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അടച്ചു വെച്ച് വേവിക്കാമെന്ന് തീരുമാനം എടുത്തു. അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ടും വലുതായിട്ടത് വെന്തില്ല കേട്ടോ. അപ്പോൾ ഈ നൂഡിൽസിൻ്റെ കുഴപ്പമാണോ ഉണ്ടാക്കാൻ അറിയാത്ത എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും എത്തിയില്ല. അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴും അത് 90% വെന്തിട്ടുള്ളൂ. അപ്പോൾ വിചാരിച്ചാൽ എന്തായാലും 90% എങ്കിൽ 90% ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം പറ്റി അത് കരിഞ്ഞു പോയില്ലെന്ന് വിചാരിച്ച് നമ്മളത് നിർത്തി. എന്നിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഗിന്നി പിഗ് ആരെന്ന് അറിയണ്ടേ, നമ്മുടെ ചേച്ചിയാണ്. ചേച്ചി ഒരു കൊറിയൻ ഡിഷ് ഫ്ലവറാണ്. അപ്പം ചേച്ചിയെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. സത്യസന്ധമായ റിപ്പോർട്ട് പറയണം, കാരണം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, കുളത്തിലല്ലേ, വലിയ ഖാസില്ല. കൊറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, എനിക്ക് അപ്പം